السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ പംക്തിയെക്കുറിച്ച് ആലോചിക്കുകയും അത് ഇവിടെ ഇന്ന് ആരംഭിക്കുകയുമാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കാലോചിതമായ ഒരുപാട് പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിക്കുവാനുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു സെഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ശബ്ദം ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതില് ഇരുളും വെളിച്ചവും എന്ന ഒരു പംക്തി, ഇതില് പൊതുവായ വിഷയങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രഭാഷണ ശൈലിയിലുള്ള ക്ലാസ് അല്ല. നമ്മളൊരു ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ എന്ന രൂപത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരമാവധി വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിലിപ്പോ മുതിർന്ന ആളുകളും വിദ്യാർത്ഥികളും സംഘടനാ പ്രവർത്തകർക്കുമൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലുള്ള പൊതുവായ വിഷയങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് തന്നെ നമ്മെക്കുറിച്ചുണ്ടാകേണ്ടുന്ന ആത്മബോധത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ ഈ സെഷന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ആലോചനാ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടി അല്പം സ്ട്രെസ് കൊടുക്കുന്ന, അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, മലയാളത്തിൽ മാത്രമുള്ള ക്ലാസ്സുകളുണ്ട്. ഇതിൽ ഇംഗ്ലീഷിന് കൂടെ കുറച്ച് സ്ട്രെസ് കൊടുക്കുന്ന രൂപത്തിലായിരിക്കും ഈ ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുകൂടെ സൂചിപ്പിക്കാം. പിന്നെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇംഗ്ലീഷിൽ. സെൽഫ് എസ്റ്റീം എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് കൃത്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ പ്രയാസമുണ്ട്. പക്ഷേ ആത്മബോധം എന്നോ സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഞാനൊരു 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ സാമൂഹ്യ രംഗത്ത്, അതായത് സോഷ്യൽ സർവീസ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ ഒരാളെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് വളരെ വലിയ മതിപ്പുണ്ടായിരിക്കും. അയാളുടെ പ്രവർത്തനം, അതേപോലെ തന്നെ അയാളുടെ സേവനങ്ങൾ, അയാൾ ഇടപെടുന്ന മേഖലകൾ, അതിന് നമ്മൾ ഹൈ എസ്റ്റീം എന്നാണ് വിളിക്കുക. അപ്പൊ എസ്റ്റീം എന്നുള്ള വാക്ക് ക്ലിയറായി. സാമൂഹ്യ രംഗത്ത് തന്റേതായ പങ്ക് നിർവഹിക്കുന്ന, നമ്മളൊക്കെ ആദരിക്കുന്ന ഒരാൾ, അപ്പോ അത് നമുക്ക് അയാളെ കുറിച്ചുള്ള മതിപ്പ് എന്താണ്? ഹൈ എസ്റ്റീമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ ഒരു ടീമിൽ കളിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും നന്നായി കളിക്കുന്ന ഒരാൾക്ക് ഒരു ട്രോഫി കൊടുക്കണം, എന്നാൽ ബെസ്റ്റ് പ്ലെയർ. അപ്പോ ആ ബെസ്റ്റ് പ്ലെയർക്ക് കൊടുക്കുന്ന ട്രോഫിക്ക് നമ്മൾ പറയാ എസ്റ്റീംഡ് ട്രോഫി എന്നാണ്. അതൊരു വെറും ട്രോഫി അല്ല.
എസ്റ്റീംഡ് ട്രോഫി. അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ, ഒന്നാമത്തെ ആളെ നമ്മൾ അയാളുടെ പ്രവർത്തനം കാരണം അങ്ങേയറ്റം നമ്മുടെ മനസ്സിൽ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ഉയർന്ന നിലവാരം പുലർത്തിയ ഒരു കളിക്കാരന് നമ്മൾ കൊടുത്ത ട്രോഫിക്ക് നമ്മൾ എസ്റ്റീംഡ് ട്രോഫി എന്ന് പറയുന്നു, അതിന്റെ പേര്. അപ്പൊ ഈ എസ്റ്റീം എന്ന വാക്ക് കാണിക്കുന്നത് ഒരു ബോധത്തെയാണ്. ഹൈ എസ്റ്റീം എന്നാണ് ഒന്നാമത്തെ വാക്ക് നമ്മൾ പ്രയോഗിച്ചത്. ട്രോഫിയുടെ കൂടെ എസ്റ്റീംഡ് എന്ന് ചേർത്തപ്പോൾ എസ്റ്റീംഡ് ട്രോഫി എന്നായി. ഇനി അതിന് ബാക്കിയുള്ളത് സെൽഫ് എന്ന വാക്കാണ്. അപ്പൊ എന്തായി? സെൽഫ് എസ്റ്റീം. സെൽഫ് എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കാണ് സെൽഫ് ഉപയോഗിക്കുക. സ്വന്തം സെൽഫ് സഫിഷ്യൻസി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത. അപ്പൊ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പാണത്. അതാണ് സ്വബോധം അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പ്. ഇതിന് ഇംഗ്ലീഷിൽ സാധാരണ ഇതിന് കൊടുക്കാറുള്ള ചില ചുരുങ്ങിയ അർത്ഥങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ വി ഫീൽ അബൌട്ട് അവർ സെൽഫ് എന്നാണ് ഒന്ന്. ഇറ്റ് ഈസ് ഹൗ വി ഫീൽ അബൌട്ട് അവർ സെൽഫ്. നമ്മെക്കുറിച്ച് നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ട് അത് കഴിയില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് തോന്നുകയാണ് എനിക്കത് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് കഴിയില്ല എന്ന് തോന്നുന്നു, ഒരാൾക്ക് കഴിയും എന്ന് തോന്നുന്നു. അപ്പൊ ആ രണ്ടാളുകളെ കുറിച്ചും അവർക്ക് സ്വയമുള്ള അഭിപ്രായമാണത്. മറ്റൊരർത്ഥം കൂടി പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ വി ഫീൽ അബൌട്ട് അവർ സെൽഫ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഇറ്റ് ഈസ് അവർ ഇന്റേണൽ ഡ്രൈവ്. ഇറ്റ് ഈസ് അവർ ഇന്റേണൽ ഡ്രൈവ്, നമ്മുടെ അകത്തു നിന്നുണ്ടാകുന്ന ഒരു ഇറ്റ് ഈസ് അവർ ഇന്റേണൽ ഡ്രൈവ്. ഇറ്റ്സ് അവർ ഇന്റേണൽ ഡ്രൈവ്. അപ്പൊ ഈ ബോധം ഉണ്ടാകേണ്ടത് പുറത്ത് നിന്നല്ല, അകത്തു നിന്നാണ്. എക്സ്റ്റേണൽ എന്നാണ് നമ്മൾ സാധാരണ പുറത്തു നിന്നുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുക. എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കാനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് ഊർജം പകരാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് ഒരാൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. ഇത് സ്വയം ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇറ്റ് ഈസ് അവർ ഇന്റേണൽ ഡ്രൈവ്. നമ്മുടെ അകത്തളത്തിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന പ്രചോദനമാണത്. ഇനി ഇത് ഏതെല്ലാം മേഖലകളെ നമുക്ക് സ്വാധീനിക്കുന്നു കഴിഞ്ഞാൽ, നമുക്കിപ്പോ സമൂഹത്തിൽ പിന്നെ പല റോളുകളുണ്ടാവും. പല റോളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതില് സ്റ്റുഡൻസായ ആളുകളുണ്ടാകും, ടീച്ചേഴ്സ് ഉണ്ടാകും, ഹസ്ബൻഡായിട്ടും വൈഫായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ റോളുകളാണ്. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് ഇവിടെ പേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇൻഫ്ലുവൻസസ് എവറിത്തിങ്. നമ്മുടെ ഈ സെൽഫ് എസ്റ്റീം എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. അവർ വർക്ക്, പെർഫോമൻസ്, റിലേഷൻഷിപ്പ്, നമ്മുടെ ജോലിയെ, നമ്മുടെ പ്രവർത്തനക്ഷമതയെ, നമ്മുടെ ബന്ധങ്ങളെ, നമുക്ക് എന്തൊക്കെ റോളുകളാണ് ആ സെന്റൻസ് നോക്കിയാൽ അറിയാം. നമ്മൾ ഒരുപക്ഷെ ഇത് സ്റ്റുഡൻസ് ആയിരിക്കാം, ടീച്ചറായിരിക്കാം, വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, പാരന്റ്സ്, അങ്കിൾ, ബ്രദർ, സൺ, ഓഫീസർ, നൈബർ.
നോക്കുമ്പോൾ ഇതൊക്കെ ഓരോ റോളുകളാണ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ. ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരുപാട് ഓർഗനൈസേഴ്സ് ഉണ്ട്, സംഘാടകർ. അപ്പൊ നേരത്തെ പറഞ്ഞതില് ടീച്ചർ, വൈഫ്, ഹസ്ബൻഡ്, പാരന്റ്, അങ്കിൾ, ബ്രദർ, സൺ, ഓഫീസർ, നൈബർ എന്നൊക്കെ പറഞ്ഞതില് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റോളുകൾ ഉണ്ടാവും. ഇവിടെയൊക്കെ അയാളെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ത്? സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലളിതമായി ഇതിന് പറയാവുന്ന ഒരു നിർവചനം, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് an experience. The experience of being competent to cope with the basic challenges of life എന്നാണ്. Cope with the basic challenges. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്, ചാലഞ്ചസ്. ആ ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The experience of being competent to cope with the basic challenges of life. അപ്പം വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അധ്യാപകർക്കുണ്ടാവും, ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവും, രക്ഷകർത്താക്കൾക്കുണ്ടാവും, അമ്മാവന്റെ റോളിലും ബ്രദറിന്റെ റോളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും. അവിടെയൊക്കെ എന്ത് ചാലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പരിചയമാണ് സത്യത്തിൽ എന്ത്? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ. സെൽഫ് റെസ്പെക്ട്, സെൽഫ് റിഗാർഡ്, സെൽഫ് വർത്ത് എന്നൊക്കെ ഇതിനർത്ഥം പറയാറുണ്ട്. അപ്പൊ ഞാനിതൊരു ഇത് ഇംഗ്ലീഷ് ഭാഷയുമായി ഇതിന്റെ ഈ പ്രസന്റേഷനിൽ മാത്രമാണ് ഇതിന് ബന്ധമുള്ളത് കേട്ടോ. ഇതില് ഗ്രാമറിന്റെ സൈഡിലേക്ക് പോകുന്ന ക്ലാസ് ഒന്നല്ലത്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സും സ്പോക്കൺ ക്ലാസ്സൊക്കെ നമുക്ക് വേറുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, സെൽഫ് എസ്റ്റീമിന് കൊടുക്കാവുന്ന 3 അർത്ഥങ്ങൾ. ഒന്ന്, സെൽഫ് വർത്ത്. ആ വാക്ക് ഉച്ചരിക്കേണ്ടത് വർത്ത് എന്നാണ്. സെൽഫ് റിഗാർഡ്, സെൽഫ് റെസ്പെക്ട്. ഈ 3 വാക്കുകളിൽ നോക്കിയാലും ആർ എന്ന അക്ഷരം ഉണ്ടാകും. നമ്മൾ ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യുന്നൊരു അക്ഷരമാണ് ആറ്. ആറിന്റെ പ്രൊനൗൺസിയേഷൻ ശരിയായാൽ തന്നെ ഒരു 50% ഓക്കെ ആവും. ഇപ്പോ സെൽഫ് വർത്ത് എന്ന് ഉച്ചരിക്കാൻ പാടില്ല. സെൽഫ് വർത്ത്, സെൽഫ് റിഗാർഡ്, സെൽഫ് റെസ്പെക്ട് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അവിടെ നോക്കൂ, നിങ്ങൾ ആറിങ്ങനെ മുഴച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആറിനെ നമ്മൾ സോഫ്റ്റ് എന്നതിന് പറയാവുന്ന മറ്റു അർത്ഥങ്ങളാണ് കൊടുത്തതൊക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഒരു നല്ല ആത്മബോധം ഉണ്ടാവുക? ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ട്, ലോ സെൽഫ് എസ്റ്റീം ഉണ്ട്. നമുക്കറിയാം ഹൈ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ലോ. ഹൈ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെക്കുറിച്ച് നല്ല ഉന്നതമായ ബോധം. എനിക്കതിന് കഴിയും, എനിക്ക് സംസാരിക്കാൻ കഴിയും, എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയും, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയും, എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. ലോ എന്ന് പറഞ്ഞാലോ അതൊന്നും കഴിയില്ല, ഒക്കെ നെഗറ്റീവായിട്ടാ പറയാം. എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോ സെൽഫ് എസ്റ്റീമിന് രണ്ട് അറ്റങ്ങളുണ്ട്. ഒന്ന് ഹൈ എസ്റ്റീം, മറ്റൊന്ന് ലോ എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീം,
ഹൈ സെൽഫ് എസ്റ്റീം. ഇനിയിപ്പോ ഒരു കുട്ടിയുടെ ഉദാഹരണം എടുക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകുന്നു, മറ്റുള്ള കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആ കുട്ടി നിരീക്ഷിക്കുന്നു. അതേപോലെ തന്നെ കളിക്കുമ്പോഴും ക്ലാസ്സിൽ ഇടപെടുമ്പോഴൊക്കെ മറ്റുള്ള കുട്ടികളുടെ പ്രകടനം അവൻ നിരീക്ഷിക്കുന്നു. മാത്രവുമല്ല അവൻ പരിചയപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ അവൻ പഠിക്കുന്നു. ഇതിൽ നിന്നാണ് സത്യത്തിൽ അവന്റെ സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത്. മുതിർന്ന ആളുകളുടെ കാര്യം എടുത്താൽ അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ കിട്ടുന്ന പരിശീലനം, സമൂഹത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന ഇടപെടലുകൾ, അവൻ ബന്ധപ്പെടുന്ന മേഖലകൾ, ഇതിൽ നിന്നൊക്കെ ഒരാളുടെ സെൽഫ് എസ്റ്റീം രൂപീകരിക്കപ്പെടും. ഇപ്പം ഹൈ സെൽഫ് എസ്റ്റീം ഒരാൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു 2-3 എക്സാമ്പിളുകൾ നമ്മുടെ പറയാം. ഒന്ന്, ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെങ്കിൽ അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ, കൃത്യമായ ശ്രദ്ധ, അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ. രണ്ടാമത്തേത് കൺസിഡറേഷൻ. ഞാൻ അടിക്കുന്ന ടെക്സ്റ്റുകൾ പോകുന്ന രൂപത്തിൽ വലിയ ടെക്സ്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ, മറ്റത് പറയാൻ കഴിയില്ല. മറ്റൊന്ന് കൺസിഡറേഷൻ, പരിഗണന, റെക്കഗ്നിഷൻ, അംഗീകാരം, അപ്രൈസൽ. എന്തെങ്കിലും ആൾ കാര്യം ചെയ്താൽ അതിനെ ഒന്ന് അപ്രൈസ് ചെയ്യുക, ഒന്ന് അഭിനന്ദിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഒരാളിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ ഒരാൾ വന്നിട്ട് മൈക്കെടുത്തു, മാഷാ അല്ലാഹ് വെരി ഗുഡ്, വളരെ നന്നായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു നമ്മൾ കൊടുക്കുന്ന ഒരു അപ്രൈസലാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരാൾ വന്നിരുന്നു, നമ്മൾ അയാളുടെ പേരൊന്ന് പരാമർശിച്ചു, അയാളൊന്ന് മൈക്കിലേക്ക് സ്വാഗതം ചെയ്തു. അതെന്താണ്? അത് അപ്രോപ്രിയേറ്റ് അറ്റൻഷനാണ്, കൺസിഡറേഷൻ, പരിഗണനയാണ്, റെക്കഗ്നിഷനാണ്. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് പിറ്റേന്ന് വരാൻ തോന്നും. ഞാൻ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് അയാളുടെ മനസ്സിൽ ഈ സെൽഫ് എസ്റ്റീമിന് വളർച്ചയുണ്ടാകും. ഇതിന് നേരെ വിരുദ്ധമായി ഉള്ള സെൽഫ് എസ്റ്റീമും കൂടെ ലോ ആയി പോകുന്ന കുറെ സംഗതികളുണ്ട്. ഉള്ള സെൽഫ് എസ്റ്റീം കൂടെ ഒരാൾക്ക് നഷ്ടപ്പെടും. അതിന് ചില എക്സാമ്പിളുകൾ നോക്കാം. ഉദാഹരണമായിട്ട് ലോ സെൽഫ് എസ്റ്റീം. ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഹാർഷ്ലി ക്രിട്ടിസൈസ്ഡ്, ഒരാളെ വളരെ പരുഷമായി വിമർശിച്ചു. ഇത് നിങ്ങൾക്ക് പിന്നെ സ്വന്തം വീടുമായി ബന്ധപ്പെടുത്താം, കുട്ടികളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെടുത്താം, നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെടുത്താം, ദഅവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്താം. എല്ലാ മേഖലയിലേക്കും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും അവരുടെ മേഖലയുമായി ഈ വിഷയത്തെ ബന്ധിപ്പിക്കാട്ടോ. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഓഡിയൻസ് ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കാത്തത്. ഹാർഷ്ലി ക്രിട്ടിസൈസ്ഡ്, വളരെ പരുഷമായി നമ്മൾ ഒരാളെ വിമർശിക്കുക. അയാളുടെ മനസ്സിൽ ക്രമേണ രൂപപ്പെട്ടു വരുന്നത് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ഫിസിക്കലി ഓർ സെക്ഷലി ഓർ ഇമോഷണലി, ഫിസിക്കലായിട്ടോ സെക്ഷലായിട്ടോ ഇമോഷണലായിട്ടോ ടോർച്ചർ ചെയ്യുക. ടോർച്ചർ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക. അത് ഫിസിക്കൽ ടോർച്ചർ ആവാം, സെക്ഷൽ ടോർച്ചർ ആവാം, ഇമോഷണൽ ടോർച്ചർ. കേൾക്കുന്നില്ലേ? ഉമ്മ മഹമ്മൂദിന്റെ മൈക്കിന് കുഴപ്പമുണ്ടോ? നമ്മൾ ഈ ടോർച്ചർ എന്ന് പറയുമ്പോ ഒരാളുടെ മനോനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇമോഷണൽ ടോർച്ചർ എന്ന് പറഞ്ഞാൽ മാനസിക പീഡനം, വൈകാരികമായ പീഡനം. നമ്മൾ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന ഒരാളെ നമ്മൾ ഇത്രയും ഇപ്പൊ 86 ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അയാളെ ഒന്ന് അപമാനിക്കുമ്പോൾ, അയാളെ ഒന്ന് കുത്തിപ്പറയുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഇമോഷണൽ ടോർച്ചർ ഉണ്ടാകുന്നുണ്ട്. ഇമോഷണൽ ടോർച്ചർ. അങ്ങനെ ഇമോഷണൽ ടോർച്ചർ കുട്ടികളിലായിരുന്നാലും ഭാര്യമാരിലോ ഭർത്താക്കന്മാരിലോ ആയിരുന്നാലും
പൊതുസമൂഹത്തിലായിരുന്നാലും ഒക്കെ ഇമോഷണൽ ടോർച്ചർ ലോ സെൽഫ് എസ്റ്റീമിന് കാരണമാകും. പിന്നെ വേറൊന്ന് പറയാവുന്നത് അബ്യൂസ്. നമ്മൾ ചീത്ത പറയുക, അബ്യൂസ്. വേറൊരു പ്രധാനപ്പെട്ട സംഗതി ഇഗ്നോർ, അവഗണിക്കുക. ഒരാളെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ അയാളിലുണ്ടായി വരുന്നത് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പിന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇതൊക്കെ അർത്ഥം. നമ്മുടെ കുട്ടികളിലായിരുന്നാലും നമ്മിൽ തന്നെയായിരുന്നാലും. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ നോക്കുന്നവരാണ്. നമുക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ട്. അപ്പോ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറയാറുള്ള ഒന്ന്, യു കനോട്ട് ടച്ച് ഇറ്റ്, നിങ്ങൾക്കത് തൊട്ടു നോക്കുവാൻ കഴിയുകയില്ല. ബട്ട് ഇറ്റ് അഫക്ട്സ് ഹൗ യു ഫീൽ, പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എന്താണെന്നുള്ളത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ഒരാൾ മൈക്കിലേക്ക് ക്ഷണിക്കണം ക്ലാസ് റൂമിൽ, അയാൾക്ക് തോന്നുകയാണ് എനിക്ക് മൈക്കെടുക്കാൻ കഴിയില്ല. അപ്പൊ അയാളുടെ സെൽഫ് എസ്റ്റീം അയാൾക്കറിയാം. ഒരാൾ വിളിക്കേണ്ട താമസം മൈക്കിലേക്ക് വരുന്നു, അയാളുടെ സെൽഫ് എസ്റ്റീം അയാൾക്കറിയാം. അതാണ് യു കനോട്ട് ടച്ച് ഇറ്റ് ബട്ട് ഇറ്റ് അഫക്ട്സ് ഹൗ യു ഫീൽ. കാണാൻ കഴിയില്ല, തൊട്ടു നോക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്കത് അനുഭവവേദ്യമാകും. യു കനോട്ട് സീ ഇറ്റ്, കാണാൻ കഴിയില്ല, പക്ഷെ നമുക്കത് അറിയുവാൻ കഴിയും. യു കനോട്ട് ഹിയർ ഇറ്റ്, കേൾക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് അതിനെ അനുഭവിക്കുവാൻ സാധിക്കും. ഓരോരുത്തർക്കും എത്രമാത്രം കഴിവുണ്ട്, എത്രമാത്രം സെൽഫ് എസ്റ്റീം ഉണ്ടെന്ന് ഓരോരുത്തർക്കും അളക്കാൻ കഴിയും എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പം മറ്റുള്ളവരിലെ സെൽഫ് എസ്റ്റീം നമുക്ക് വളർത്താൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മത്തങ്ങ കൃഷി എന്നൊരാളുടെ ഉദാഹരണമുണ്ട്. ഞാൻ പറയുന്ന ശബ്ദം ക്ലിയറുള്ള സഹോദരന്മാരെ, സൗണ്ട് ക്ലിയർ ആയിക്കൊന്ന് വിചാരിക്കുന്നു. പംകിൻ എന്നാ പറയാം. പംകിൻ ഫാമർ, അല്ലെങ്കിൽ തണ്ണിമത്തനോ മത്തങ്ങയോ, മത്തങ്ങ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഒരു മത്തങ്ങ വിരിഞ്ഞപ്പോ അയാള് അതൊരു ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇറക്കി വെച്ചു. ഗ്ലാസ് ബോട്ടിൽ, വലിയൊരു ഗ്ലാസിന്റെ ഭരണി. എല്ലാ മത്തങ്ങകളും നല്ല വലിപ്പത്തില് വളരെ ഉഷാറായി വളർന്നപ്പോൾ ഈ ഗ്ലാസ് ഭരണിയിൽ ഇറക്കി വെച്ച മത്തങ്ങ ആ ഗ്ലാസ് ഭരണിയുടെ ഷേപ്പിലും ആ വലുപ്പത്തിലും മാത്രമാണ് വളർന്നത്. ഇത് പറഞ്ഞാൽ ഒരു സമൂഹം, അയാളുടെ ചുറ്റുപാടുകൾ ഒരാളെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണത്. ഈ മത്തങ്ങ കൃഷിക്കാരന്റെ ഉദാഹരണം. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ വിമർശനങ്ങളിലേക്കോ മറ്റുള്ള ആളുകൾ എന്തു പറയുന്നു എന്നതിലേക്കോ അവരെന്ത് വിചാരിക്കും എന്നതിലേക്കോ നിങ്ങൾ നോക്കേണ്ടതില്ല. ഇപ്പോ അല്ലാഹുവിനെയും യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ എന്ന് പറയുന്ന ആയത്തിൽ പടച്ചവൻ പറയുന്ന ഒരു കാര്യം, ദീനിൽ നിന്ന് നിങ്ങൾ വിമുഖത കാണിച്ച് പുറകോട്ട് പോയാൽ പടച്ച തമ്പുരാൻ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിശേഷണമായിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? ആർക്കും അറിയോ? ആ ആയത്തിൽ പറഞ്ഞ കാര്യം, വലാ യഖാഫൂന ലൗമത ലായിം എന്നാണ്. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതെ മുമ്പോട്ട് പോവുക. അത് വലിയൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഖുർആന്റെ ആ പദപ്രയോഗം വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വളർച്ചയെ സഹായിക്കുന്ന, നമുക്ക് പ്രചോദനമാകുന്ന ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനാണ് ശരിക്കും. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ സധൈര്യം മുന്നോട്ട് പോകുന്ന ആളുകൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമുക്കിടയിൽ ഈ സെൽഫ് എസ്റ്റീം നമ്മൾ
ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ ടു എസ്റ്റാബ്ലിഷ് ട്രൂ സെൽഫ് എസ്റ്റീം, ഉയർന്ന ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താ അറിയോ? വി മസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ അവർ സക്സസ്. നമ്മുടെ വിജയങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് ദ ഫെയിലിയേഴ്സ്, പരാജയങ്ങളെ വിസ്മരിക്കുക. ആൻഡ് ദ നെഗറ്റീവ്സ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെയും പോരായ്മകളെയും നമ്മൾ അവഗണിക്കുക. വിജയങ്ങളെയും നേട്ടങ്ങളെയും കൂടുതൽ പരിഗണിക്കുക. ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു പരാജയം വെറുതെ അത് ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതിൽ രണ്ടു വശം കേട്ടോ. ഒന്ന്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ആലോചിച്ച് ഖേദിച്ച് പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതല്ല ഈ പറഞ്ഞത് ഒരു കാര്യവുമില്ലാത്ത ഒരു വിഷയത്തിൽ സംഭവിച്ച ഒരു പരാജയത്തെക്കുറിച്ച് വെറുതെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് സമയം കളയുക. അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മനോനില താന്നുകൊണ്ടേയിരിക്കും, പെട്ടെന്ന് താന്നുകൊണ്ടിരിക്കും. കാരണം അത്രയും സമയം അയാൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ആ ആലോചന കൊണ്ട് യാതൊരു കാര്യമില്ല. കോൺസെൻട്രേറ്റ് ഓൺ അവർ സക്സസ്, നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത വിജയങ്ങൾ ശ്രദ്ധിക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ആലോചിച്ചിട്ട് സമയം കളയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ മറ്റൊന്ന്, സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് നമുക്ക് സ്വയം ഈ ബോധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന ചർച്ചയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. അത് പറയുന്നത്, the worst enemy to creativity is self-doubt എന്നാണ്. ടൈപ്പ് ചെയ്യാം. The worst enemy to creativity is self-doubt. ക്രിയാത്മകതയുടെ ഏറ്റവും വലിയ ശത്രു സ്വന്തത്തെക്കുറിച്ചുള്ള സംശയമാണ്. ഇത് വളരെ പ്രസിദ്ധമായൊരു കോട്ടാണ്. അവനവനെ കുറിച്ചുള്ള സംശയാലോ എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയും, ഉറപ്പില്ല. നമ്മൾ കുറുപ്പിന്റെ ഉറപ്പെന്ന് ശരിക്ക് നാടൻ ഭാഷയിൽ ചൊല്ലുണ്ട്, കുറുപ്പിന്റെ ഉറപ്പെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ദ വേഴ്സ്റ്റ് എനിമി, ബാഡ് എന്നതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ബാഡ്, വേഴ്സ്റ്റ് എന്നാണ്. ബാഡ് എന്ന മോശം, ചീത്ത. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനേക്കാൾ മോശം, അതിന്റെ ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന അതിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് വേഴ്സ്റ്റ് എനിമി. അതെ, ആത്മവിശ്വാസമില്ലായ്മ എന്ന് പറയാം. ഈ സെൽഫ് എസ്റ്റീം, നമുക്ക് സ്വയം നമ്മെക്കുറിച്ച് തന്നെ ഒരു ആത്മബോധം, വെറും ആത്മവിശ്വാസമല്ല കേട്ടോ സെൽഫ് എസ്റ്റീം, നമുക്ക് അത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ശരിക്കും ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. വേഴ്സ്റ്റ് എനിമി, ഇത് നമുക്ക് നഷ്ടപ്പെടാൻ നമ്മെ ഏറ്റവും വലിയ ശത്രുവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഡൗട്ടാണ്, സെൽഫ് ഡൗട്ട്. അപ്പൊ എന്ത് ചെയ്യണം? സെൽഫ് ഡൗട്ട് ഒഴിവാക്കണം. അകാരണമായ സംശയങ്ങൾ, ഒരു കാര്യം ചെയ്യാൻ 100 വട്ടം ആലോചിച്ച്, പണ്ട് ആരോ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആലോചിക്കുന്നുവെങ്കിൽ 100 ആളുകളോട് അഭിപ്രായം ചോദിക്കണം.
എന്നിട്ടും തീരുമാനമായില്ലെങ്കിൽ വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് ഒരു തമാശക്കാരൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അത്ര വട്ടം ചോദിക്കണം എന്നർത്ഥം. സംശയാലുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സെൽഫ് ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും തന്നെ ഒരു ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി തരാൻ കഴിയില്ല. അങ്ങനെ സെൽഫ് ഡൗട്ട് ഈസ് ദ വേഴ്സ്റ്റ് എനിമി ടു ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ടാണ്. ഇനി നമ്മൾ വലിയ സെൽഫ് എസ്റ്റീമുള്ള ആളുകളാണ് തെളിയിക്കാൻ വേണ്ടി വെറുതെ ആളുകളുടെ മുമ്പിൽ കോലം കെട്ടുന്നത് ഭയങ്കര ചീപ്പുമാണ്. അത് പാടില്ല. നമ്മുടെ കപ്പാസിറ്റി നമുക്കറിയാം. ആ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യും വേണം. രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. രണ്ടാമത്, നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറം നമ്മൾ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഊര കുത്തി വീഴാൻ സാധ്യതയുണ്ട്. സാധാരണ ആ മേഖലയിൽ പറയാറുള്ള ഒരു സ്റ്റോറി, വളരെ ജൂനിയറായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് സീനിയറായ ഒരു മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി. ഹി വാസ് പ്രൊമോട്ടഡ് ടു എ സീനിയർ മാനേജറിയൽ പോസ്റ്റ്. അപ്പൊ ഇയാൾക്ക് ആ പോസ്റ്റ് ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് ഇയാൾക്കറിയാം. അങ്ങനെ ഇയാൾ ഓഫീസിൽ തിരിയുന്ന കസേരയിൽ, കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ ഒന്നാമത്തെ ദിവസം ഇരിക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ആരോ വാതിലിൽ മുട്ടുന്നു. അപ്പൊ തന്നെ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ടേബിളിലിരിക്കുന്ന ഫോൺ എടുത്തു, ചെവിയിൽ വെച്ചു, കസേരയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഭയങ്കര സംസാരം. ഓ നോ പ്രോബ്ലം, ഐ കൻ ഹാൻഡിൽ, ഐ വിൽ മാനേജ് ഇറ്റ്, ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്തു കൊള്ളാം, എനിക്കത് പ്രശ്നമില്ല, അതൊന്നും നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫോണിലൂടെ ഭയങ്കര സംസാരം. ഈ വരുന്ന ആളെ ബോധ്യപ്പെടുത്താനാ. ഏതായാലും മാനേജർ ഭയങ്കര സംസാരത്തിലാണെന്ന് കരുതി ഈ വന്ന ആള് ഡോറിൽ തന്നെ കുറെ സമയം നിന്നു. അങ്ങനെ ഇയാള് മാനേജർ ഫോൺ വെച്ചതിന് ശേഷം മാനേജർ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ഈ വന്നാൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ ഈ ഓഫീസിലെ ഫോണ് കണക്ട് ചെയ്യാൻ വന്ന ആളാണെന്ന്. അപ്പൊ ഈ സത്യത്തിൽ ഈ ഫോണ് കണക്ട് ചെയ്തിട്ടില്ല. ഇയാള് ഈ പുതിയ ഓഫീസിലെ ഫോണ് കണക്ട് ചെയ്യാൻ വന്ന ആളാണ്. ഇവിടെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ പെർഫോമൻസിന് വേണ്ടി ശ്രമിച്ചു, ഉള്ളതും കൂടെ കൊളായി എന്നുള്ളതാണ്. ഈ വന്ന ആൾക്ക് മനസ്സിലായി എന്ത്, ദിസ് ന്യൂ മാനേജർ ഈസ് എ ബിഗ് സീറോ. ദിസ് ന്യൂ മാനേജർ ഈസ് എ ബിഗ് സീറോ എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമുക്ക് ഇല്ലാത്ത ഒരു എസ്റ്റീം നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉള്ള ഒരുപാട് എസ്റ്റീമുകൾ തന്നെയുണ്ട്. ഇനി നമുക്ക് ഉള്ളത് ഹൈ സെൽഫ് എസ്റ്റീമാണോ ലോ സെൽഫ് എസ്റ്റീമാണോ, നമ്മെക്കുറിച്ച് നല്ല ബോധമാണോ, നല്ല മതിപ്പാണോ നമുക്കുള്ളത്, അത് നമ്മെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര മതിപ്പില്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു 4-5 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യം പറയുന്നതൊക്കെ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളുടെ ഗുണാട്ടോ. ഇനി നമ്മൾ ഇവാലുവേഷൻ സെഷനിലേക്ക് കടക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ ടെക്സ്റ്റിലേക്ക് നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ പറയുന്നതിൽ ഏത് ഗുണമാണ് നമുക്കുള്ളത്? നമ്മൾ ഒരുപക്ഷെ ഓർഗനൈസേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, പാരന്റ്സ് ഓർ എ ഗുഡ് നൈബർ. നമ്മൾ എല്ലാവരും നൈബേഴ്സ് ആണല്ലോ. നമ്മൾ ആരുടെയൊക്കെയോ അയൽവാസികളാണ്, സഹപ്രവർത്തകരാണ്, ആരുടെയൊക്കെയോ ജ്യേഷ്ഠനോ അനുജനോ ആണ്, പേരമക്കളാണ്, ഒരുപക്ഷെ ഗ്രാൻഡ് ഫാദറാണ്, ഗ്രാൻഡ് സണ്ണും ആയിരിക്കും, അങ്കിളായിരിക്കാം ആരുടെയൊക്കെയോ. ഇവിടെയൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നമ്മളെവിടെയാണ്? ഒന്നാമത് പറയുന്നത് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ, രണ്ടാമത് പറയുന്നത് ലോ
സെൽഫ് എസ്റ്റീമുള്ള ആളുകൾ. ഒന്നാമത്തെ വിഭാഗം ടോക്ക് അബൌട്ട് ഐഡിയാസ്, പുതിയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം ടോക്ക് അബൌട്ട് പീപ്പിൾ, ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ എവിടെയുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. ടോക്ക് അബൌട്ട് ഐഡിയാസ്, പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ദോസ് ഹു ഹാവ് ഹൈ സെൽഫ് എസ്റ്റീം, ഉയർന്ന സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. അതാണ് നമ്മളാവേണ്ടത്. മറ്റവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കുറിച്ച് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് പോവാന്നല്ലാതെ പുതിയ ഐഡിയാസ് ഒന്നും പറയുകയില്ല. രണ്ടാമത്തെ കമ്പാരിസൺ, ക്ഷമിക്കണം, കോപ്പി ആയിപ്പോയി. രണ്ടാമത്തെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കെയറിംഗ് ആറ്റിറ്റ്യൂഡ്. കെയറിംഗ് ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്വഭാവം. ആത്മബോധം കുറഞ്ഞ ആളുകളോ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്, എപ്പോഴും വിമർശകരായിരിക്കും അവർ. ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്, വിമർശനത്തിന് വേണ്ടി മാത്രം ജനിച്ചവരാണെന്ന് തോന്നിപ്പോകും. ഒന്നാമത്തെ ഹൈ സെൽഫ് എസ്റ്റീമുള്ള ആളുകൾ കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. നമ്മൾ അതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കുള്ള എസ്റ്റീം ഹൈ ആണോ ലോ ആണോ എന്ന്. 3, ഹൈ സെൽഫ് എസ്റ്റീമുള്ള ആളുകൾ ദേ ഹാവ് ഹ്യൂമിലിറ്റി, വിനയം ഉള്ളവരാണ്. മറ്റവര് അറഗൻസ്, ഭയങ്കര അറഗന്റ് ആയിരിക്കും. വെറുപ്പിക്കൽ എന്ന് പറയില്ല നമ്മൾ സാധാരണ. ഒരു കാര്യം സംസാരിക്കാൻ പറ്റൂല, കാര്യത്തെ ഉൾക്കൊള്ളാത്ത പ്രകൃതം, അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി സ്വീകരിക്കാത്ത പ്രകൃതം, അങ്ങനെയുള്ള ആളുകളാണ് അറഗൻസ് എന്ന് പറയാം. വെറുപ്പിക്കുന്ന വിഭാഗം ആളുകളാണ് അവർ. നേരെ മറിച്ച് ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഹ്യൂമിലിറ്റി ഉള്ള ആളുകളാകുന്നു. ഹ്യൂമിലിറ്റി, അവർ വിനയം കാണിക്കുന്ന ആളുകളാകുന്നു. അത് ഈമാനിന്റെ കൂടി ഭാഗമായിട്ട് പഠിപ്പിച്ച കാര്യം. നെക്സ്റ്റ് പോയിന്റ്, ഹൈ സെൽഫ് എസ്റ്റീം, ദേ ഹാവ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമുള്ള ആളുകൾ. അതാണ് നേരത്തെ ബച്ചു സാഹിബ് പറഞ്ഞത്. സെൽഫ് എസ്റ്റീമിന്റെ ഒരു പാർട്ടാണെന്ത്? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ലോ ലെവലിൽ നിൽക്കുന്ന ആളുകൾ ദേ ഹാവ് കൺഫ്യൂഷൻ, എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അവരുണ്ടാവുക. മറ്റൊന്ന് നമുക്ക് ചെയ്യാവുന്ന കമ്പാരിസൺ, ഹൈ സെൽഫ് എസ്റ്റീമുള്ള ആളുകൾ ദേ ആർ വില്ലിംഗ് ടു ലേൺ, എപ്പോഴും പഠിക്കാൻ സന്നദ്ധരായിരിക്കും. മറ്റവരോ, രണ്ടാമത്തെ വിഭാഗമോ, നോ ഇറ്റ് ഓൾ, ഓ എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ എന്ന് തോന്നി എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുക. എല്ലാം അറിയാവുന്ന സർവജ്ഞാനിയായി നടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ശരിക്ക് വളരെ താണ മനോനിലവാരമുള്ള ആളുകളാണ്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എപ്പോഴും ഉയർന്ന സ്വബോധമുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒന്നാമത്തെ വിഭാഗം ആളുകൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ വിമർശകർ, വാദിക്കൽ, എപ്പോഴും വാദകോലാഹലം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. ഇതില് നേരത്തെ സൂചിപ്പിച്ച ഇത്രയും ഈ 4-5 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഇനി ഇതിലിപ്പോ ഫിയർ ഒരു ഘടകമാണെന്ന് പറഞ്ഞല്ലോ. ഫിയർ, കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഭയം, ഫിയർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ
രണ്ട് തരം ഫിയറുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ഫിയർ, മറ്റൊന്ന് നെഗറ്റീവ് ഫിയർ. ഒന്ന് പോസിറ്റീവ് ഫിയർ, മറ്റൊന്ന് നെഗറ്റീവ് ഫിയർ. പോസിറ്റീവ് ഫിയർ ആൻഡ് നെഗറ്റീവ് ഫിയർ. പോസിറ്റീവ് ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫിയർ ആണ്. ഉദാഹരണമായിട്ട് 5 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾക്ക് താഴേക്ക് ചാടാൻ പറഞ്ഞാൽ, ഒരാളോട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാടില്ല. ആ ഭയം നമുക്ക് വേണം. അതിനാണ് എന്ത് പറയാ, അതിനാണ് പോസിറ്റീവ് ഫിയർ എന്ന് പറയാ. അത് നല്ല ക്വാളിറ്റിയാണ്. നെഗറ്റീവ് ഫിയർ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കാം. ഇപ്പൊ നമ്മൾ കാസർഗോഡ് ഉദാഹരണം തന്നെ പറയാം. ജസ്റ്റ് ഒന്ന് വന്നിട്ട് മൈക്കിൽ വന്നിട്ട് സംസാരിക്കുന്നു പറഞ്ഞാൽ ആകെ പേടിച്ചരണ്ട് പിന്മാറേണ്ട ആവശ്യമില്ല. ആരും കാണുന്നില്ല, അവനവന്റെ റൂമിലായിരിക്കുന്നത്. നമ്മൾ ഏത് രൂപത്തിലാണെന്ന് ആരും നമ്മൾ നോക്കുന്നത് നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഭയപ്പാടിന്റെ യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് ഫിയർ ആണ്. നെഗറ്റീവ് ഫിയർ പാടില്ല. പക്ഷേ പോസിറ്റീവ് ഫിയർ വേണം. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞിട്ട് പേടിയില്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് നടക്കും. ഈ നെഗറ്റീവ് ഫിയർ ഉള്ള ആളുകൾക്കായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്ന സഹോദരന്മാരെ, ഇത് എല്ലാ മേഖലയിലും ഒരാളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇസ്ലാമികമായ ഒരുപാട് അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞുപോയ നെഗറ്റീവായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിരാശയായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പിന്നെ അതിന്റെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുകയുള്ളൂ. ഖുർആൻ തന്നെ പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ, സ്വന്തം ആത്മാക്കളോട് പിന്നെ അമിതമായ തെറ്റുകൾ ചെയ്ത് എണ്ണിയാനൊടുങ്ങാത്ത പാപങ്ങൾ ചെയ്ത ആളുകളോട് പോലും ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന ഖുർആൻ പറയുന്നത്. അത് ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത്. ഒരൊറ്റ കോട്ടിങ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സെൽഫ് എസ്റ്റീം ഈസ് ദ ഗ്രേറ്റസ്റ്റ് സിക്നസ് നോൺ ടു മാൻ ഓർ വുമൺ ബിക്കോസ് ഇറ്റ്സ് കണ്ടീഷണൽ. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ സെൽഫ് എസ്റ്റീം ആണ് ഏറ്റവും വലിയ സിക്നസ്. കാരണം അത് കണ്ടീഷണലാണ്. ഒരാൾ ആ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ച് ഒരാളെ സ്വാധീനിക്കുന്ന ഘടകമാകുന്നു അത്. കണ്ടീഷൻ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ സൗഹൃദ വലയം, നമ്മുടെ കുടുംബം, നമ്മുടെ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മളെ എന്താണോ ചെയ്യുന്നത് അതാണ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അവരാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് തലത്തിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന മനോബലവും മനോനിലവാരവും ഉള്ള ആളുകളായി മാറാൻ കഴിയും. ഇതിനൊക്കെ പുറമെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ യഥാർത്ഥമായ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിന്റെ കരുത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം തീരുമാനിച്ചാൽ പടച്ചവരിൽ തവക്കുലാക്കെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തവക്കുലാക്കിയ ഒരാളെ സംബന്ധിച്ച് പിന്നെ ലോ സെൽഫ് എസ്റ്റീമിന്റെ ആവശ്യമില്ല. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ദാതാവും നിയന്ത്രകനും സംവിധായകനുമായ പടച്ചവന് തവക്കുലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആവശ്യമേ ഇല്ല. ആരൊക്കെ വിമർശിച്ചാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ കൈവിട്ടാലും അയാളെ സഹായിക്കാൻ ആരുണ്ട്? പടച്ചതമ്പുരാനുണ്ട്. ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. പിന്നെ പൊതു പ്രവർത്തന മേഖലയിലായിരുന്നാലും, സാമൂഹ്യ സേവന രംഗത്തായിരുന്നാലും, മതപ്രബോധന രംഗത്തായിരുന്നാലും, കുടുംബജീവിതത്തിലായിരുന്നാലും, ഔദ്യോഗിക മേഖലയിലായിരുന്നാലും, വിദ്യാർത്ഥി ജീവിതം നയിക്കുന്ന കുട്ടികളായിരുന്നാലും ഒക്കെ
ഇങ്ങനെ നല്ല എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് പറയാറുണ്ട്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ്. അപ്പൊ ഇത് കുറെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനാദ്യം വേണ്ടത് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ നല്ല ബോധവും നല്ല മതിപ്പും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരുളും വെളിച്ചവും എന്ന ഈ പങ്ക്തി എല്ലാ തിങ്കളാഴ്ചയും 7 മണി മുതൽ 7:45 വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു തുടർ ചർച്ച ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് എവിടെ എത്തൂല. മാത്രമല്ല അബൂ റസീൽ ഉസ്താദിന്റെ ക്ലാസ് 8 മണിക്ക് വരാനുള്ളത് കൊണ്ട് എന്റെ ക്ലാസ് കഴിഞ്ഞ് അബൂ റസീൽ ഉസ്താദിന്റെ ക്ലാസിന്റെ ഇടയിലുള്ള സമയം ഒരു 15 മിനിറ്റ് മറ്റ് വിഷയങ്ങൾ, കാരണം ചർച്ച പറ്റ നിന്നു പോകരുതല്ലോ, അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ നല്ല ശ്രോതാക്കൾക്കും ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ ഒരു സിറ്റിംഗ് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വളരെ നന്നായിരുന്നു. ഇരുളും വെളിച്ചവും എന്നുള്ള ആ തലക്കെട്ട് തീർത്തും പൂർണ്ണമായി അന്വർത്ഥമാക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ബഹുമാനപ്പെട്ട MT മനാഫ് മാസ്റ്റർക്ക് ക്ലാസ് റൂമിന്റെ എല്ലാവിധ നന്ദിയും അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബച്ചു സാഹിബ് ഇൻഷാ അല്ലാഹ് വരും. നന്ദി അർപ്പിച്ചു കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കാവുന്നതാണ്, ചർച്ചയാകാവുന്നതാണ്, ക്ലാസ് റൂമിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോൾ ബച്ചു മുന്നോട്ട് വരിക. നമ്മുടെ മനാഫ് മാസ്റ്ററിന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ ഏത് രംഗാണെങ്കിലും ശരി, ഒരു അധ്യാപകനാണെങ്കിലും ടീച്ചറാണെങ്കിലും ഇനി അതല്ല വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും പാരന്റ് ആണെങ്കിലും അങ്കിളാണെങ്കിലും ബ്രദർ സൺ ഓഫീസർ നെയ്ബർ എന്നൊക്കെ പറയണ്ടായി. ഇങ്ങനെ ഏത് രംഗത്താണെങ്കിലും അവർക്കൊക്കെ അവരുടെ ജീവിതം അഭിമുഖീകരിക്കുന്ന ആ രംഗത്ത് ഉണ്ടാകേണ്ടുന്ന നല്ല ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ചിലതൊക്കെ കേട്ടപ്പോൾ ചിരി വന്നു. അതായത് സത്യത്തിൽ നമ്മൾ ഒരുപാട് തിരുത്തേണ്ട ധാരണകള് അത് എങ്ങനെ കേൾപ്പിക്കുമ്പോഴേ ഏതായിരുന്നാലും ബച്ചു സാഹിബ് ഇൻഷാ അല്ലാഹ് നന്ദി പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.